Hey guys, welcome back to our channel. Hope you are doing good. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് ദസറ, അതായത് മൈസൂർ ദസറയ്ക്ക് ശേഷം അടുത്ത രണ്ടാമത്തെ അടിപൊളി ദസറ എന്ന് പേര് കിട്ടിയ നമ്മുടെ കണ്ണൂർ ദസറ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അടിപൊളിയായിട്ട് അവസാനം വരെ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഇങ്ങനെ കണ്ണൂർ ദസറ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പൊതുവേ നമ്മുടെ കണ്ണൂർ അടിപൊളിയൊക്കെ തന്നെയാണ് ദസറയുടെ ടൈം. പക്ഷേങ്കിൽ ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്രാവശ്യത്തെ ദസറ എന്ന് പറയുന്നത് ഓ മൈ ഗോഡ് എന്നായിപ്പോയി. കാരണം നല്ല അടിപൊളി ലൈറ്റിൻ്റെ സെറ്റപ്പും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിഡും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെവിടെ തിരിഞ്ഞാലും ലൈറ്റും കളിയും സെറ്റപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ദിവസമാണ് നമ്മൾ കണ്ണൂർ ദസറ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായത്. അന്ന് പോയ രണ്ട് കാര്യമുണ്ട്. ഒന്ന് തേരിറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ പിന്നെ എല്ലാ രഥോത്സവവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ട് പോവാം. പിന്നെ ലൈറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ടാബ്ലോസും പിന്നെ കുറേ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ തേര് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കുറേ പരിപാടികളും കാരണം, അതായത് താലപ്പൊലി എടുത്തിട്ട് പോവുക, പിന്നെ ബാൻഡ് മേളം, അങ്ങനെയുള്ള ചെണ്ടമേളം, കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ശരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. മൊത്തത്തിൽ സെറ്റായിരുന്നു ഇപ്രാവശ്യത്തെ കണ്ണൂർ ദസറ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറ്റുന്ന രീതിയിൽ നല്ലപോലെ ക്യാപ്ചർ ചെയ്തൊരു വ്ളോഗ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കാഞ്ചികാമാക്ഷി അമ്മൻ്റെ കട്ടൗട്ടും ഗണപതിയുടെ കട്ടൗട്ടും പിന്നെ കുറേ ലൈറ്റ്, ഇതുപോലെ ഇങ്ങനെ തൂങ്ങുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള രൂപങ്ങളും കരകാട്ടവും താലപ്പൊലിയും പിന്നെ ബാൻഡ് മേളവും അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു പതിവ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് ദിവസം നമ്മൾ ഫാമിലി ആയിട്ട് കണ്ണൂർ പോവും. എന്നിട്ട് അവിടെയുള്ള അമ്പലങ്ങളിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് അവിടെയുള്ള തേരൊക്കെ കാണും. എന്നിട്ട് അവസാനം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു കാഞ്ചികാമാക്ഷി അമ്മൻ കോവിലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരും. എന്നിട്ട് അവിടുത്തെ രഥോത്സവവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ പരിപാടി കാണലാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് മറ്റുള്ള തേരും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു കാഞ്ചികാമാക്ഷി അമ്മൻ കോവിലിൻ്റെ തേര് മാത്രമാണ് കണ്ടിട്ടുണ്ടായത്. അപ്പോൾ അതന്നെ കാണുമ്പോഴേക്കും നല്ല അടിപൊളിയായിരുന്നു. ഫുൾ ലൈറ്റും സെറ്റപ്പൊക്കെ ആയിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അവിടെ തിരിച്ചിങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് കാഞ്ചികാമാക്ഷി അമ്മൻ കോവിലിൻ്റെ തേരെന്ന് പറയുന്നത്. പിന്നെ പൊതുവേ നമ്മളെല്ലാ തേരും അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആ തേരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓരോ ചെറിയ അമ്പലത്തിലുള്ള തേരുകളും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഇതുപോലെ റോഡിലൂടെ ബാൻഡ് മേളത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു കാഞ്ചികാമാക്ഷി അമ്മൻ കോവിലിൻ്റെ തേര് മാത്രമാണ് കണ്ടിട്ടുണ്ടായത്. അത് കണ്ടിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ബാക്കിയുള്ള തേരിൻ്റെ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ദസറക്ക് വന്നിട്ട് ശ്രീകൃഷ്ണാസ് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പതിവാണ്. അപ്പോൾ ഇപ്രാവശ്യം ഫുൾ വെറൈറ്റി പിടിച്ചു. അപ്പോൾ ഫസ്റ്റ് ബട്ടൂര ഓർഡർ ചെയ്തു, പിന്നെ നമ്മൾ പനീർ മസാല ദോശ എന്നും പിന്നെ ഒരു ഗോബി മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൽ ഗോബി മസാല ദോശയാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ വട കഴിച്ചു, കോഫി കുടിച്ചു. അപ്പോൾ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ രഥോത്സവത്തിൻ്റെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായത്. സോ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് പോയി. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ദസറയായിരുന്നു ഇപ്രാവശ്യം. എല്ലാം കഴിക്കുകയും കുടിക്കുകയും അതുപോലെ തന്നെ നല്ല അടിപൊളിയുടെ വ്യൂ ഒക്കെ കാണുകയും ചെയ്തു. പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പരിപാടിയാണ്.